Hi friends, welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ശർക്കര വരട്ടി. ഞങ്ങൾ പറയുന്നത് ശർക്കര ഉപ്പേരി എന്നാണ്. അപ്പോൾ എല്ലാവർക്കും സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് സ്വാഗതം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളയാം. അതിന് വേണ്ടിയിട്ട് 2 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലെ കായക്ക് തട്ടാതെ വിധം അതിൻ്റെ സ്കിന്നിൻ്റെ മേലെ തൊലിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. 3 സൈഡ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതേപോലെ പൊളിച്ചെടുക്കുക. നല്ല മൂത്ത കായക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി ഇതേപോലെ ഇളക്കി മാറ്റാൻ പറ്റും. ഈ കായയുടെ തൊലി വെച്ചിട്ട് നമുക്ക് ഉപ്പേരി അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ കായയുടെ കറ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ, ഈ കായ മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളത്തിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ കായ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ മുക്കി വെക്കുക. ഇനി നമുക്കിതിനെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ശർക്കര ഉപ്പേരിയുടെ ആ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കലാണ്. ഇതിനെ സ്ലാൻഡിങ്ങിൽ ഇങ്ങനെ ചെരിച്ചിട്ട് ഒരു 1/2 സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസും ഒരേപോലെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലും നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ എല്ലാം ഒരേപോലെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിനെക്കാട്ടും കുറക്കുക, ലോ ഫ്ലെയിമിലാക്കരുത്. അതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ വെച്ചിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല ക്രിസ്പി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കോട്ടിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ശർക്കര പൊടിച്ചത്, 1 ആണി ശർക്കര ഉണ്ടാവും, അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ടെടുക്കുക. ശർക്കര നന്നായി മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു മിക്സ് ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ചുക്കുപൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഒരു ഒറ്റനൂൽ പരിവാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ കായ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഈ കോട്ടിങ് കിട്ടുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം നമ്മൾ ലോ ആക്കി വെക്കുക. ഇതിപ്പോൾ നന്നായി കോട്ടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഓരോന്നും സെപ്പറേറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ, പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ഇത് സെപ്പറേറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിലേക്ക് അരിപ്പൊടി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഓരോന്നും നമുക്ക് സെപ്പറേറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചുക്ക് പൊടിച്ചതും ജീരകം പൊടിച്ചൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1.5 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതോടുകൂടി നമ്മുടെ ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇവിടെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു. ബൈ.